മുംബൈ ഭീകരാക്രമണത്തിൽ കോൺഗ്രസിനെതിരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ആഭ്യന്തര മന്ത്രാലയം മുൻ അണ്ടർ സെക്രട്ടറി RVS മണി. ഭീകരാക്രമണം കോൺഗ്രസും ISIയും തമ്മിലുള്ള മാച്ച് ഫിക്സിംഗ് ആയിരുന്നു. ഹിന്ദു ഭീകരാക്രമണമാണ് എന്ന് വിശേഷിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു. നിർണായകമായത് അജ്മൽ കസബിനെ പിടികൂടിയതാണ് എന്നും RVS മണിയുടെ വെളിപ്പെടുത്തൽ വരുന്നു. വിവരങ്ങളുമായി TS ആദർശ് ചേരുന്നുണ്ട്. രാജ്യ തലസ്ഥാനത്ത് നിന്ന് ആദർശ്, വളരെ സുപ്രധാനമായ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് മുൻ അണ്ടർ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. കോൺഗ്രസും ISIയും തമ്മിലുള്ള ഒരു കൂട്ടുകച്ചവടമായിരുന്നു മുംബൈ ഭീകരാക്രമണം എന്നുള്ളതാണ് വെളിപ്പെടുത്തൽ. കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. രാഖി, ആഭ്യന്തര സുരക്ഷയുടെ ചുമതലയുണ്ടായിരുന്ന ആഭ്യന്തര മന്ത്രാലയ മുൻ അണ്ടർ സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയാണ്. കോൺഗ്രസും പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയും തമ്മിലുള്ള ഒത്തുകളിയാണ് മുംബൈ ഭീകരാക്രമണം എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് അദ്ദേഹം വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ നടത്തിയിരിക്കുന്നത്. ഈ ഒരു വെളിപ്പെടുത്തൽ, ഇതിന് കൃത്യമായിട്ടുള്ള വിശദീകരണവും മറുപടിയും നൽകുവാനുള്ള ഉത്തരവാദിത്വം രാജ്യത്തെ പ്രമുഖമായ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതിലേക്ക് കോൺഗ്രസിനുണ്ട്. കാരണം നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ അതൊക്കെ രാഷ്ട്രീയ ആരോപണം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് തള്ളിക്കളയുകയായിരുന്നു. ഇത്രയും ഉന്നതമായ പദവിയിലിരുന്ന ഒരാൾ, അതും കോൺഗ്രസ് ഭരണകാലത്ത് നിർണായക പദവിയിലിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം നടത്തുന്ന വെളിപ്പെടുത്തൽ, ആ വെളിപ്പെടുത്തലിലാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കുന്നത്. നേരത്തെ തന്നെ കോൺഗ്രസിൻ്റെ പല നിലപാടുകളും അവർ അധികാരത്തിലിരുന്നപ്പോൾ രാജ്യത്തെ സുരക്ഷാ ഏജൻസികളും രഹസ്യാന്വേഷണ വിഭാഗവും നൽകുന്ന പല മുന്നറിയിപ്പുകളും അവഗണിക്കുന്നതായിട്ടുള്ള സംഭവങ്ങൾ, അതൊക്കെ തുടർക്കഥയായി മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ ആ രീതിയിൽ ഈ സുരക്ഷാ മുൻകരുതലുകളും സുരക്ഷാ മുന്നറിയിപ്പുകളും ഒക്കെ കോൺഗ്രസ് അവഗണിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭീകരാക്രമണങ്ങൾ രാജ്യത്ത് തുടർക്കഥയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ വെളിപ്പെടുത്തൽ ഏറെ പ്രാധാന്യമുള്ളതാകുന്നത്. കാരണം കോൺഗ്രസ് ഭീകരവാദവുമായി സന്ധി ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ നടന്ന സ്ഫോടനങ്ങളോടും ഭീകരവാദ ആക്രമണങ്ങളോടും കണ്ണടയ്ക്കുന്ന സമീപനം സ്വീകരിച്ചു. ഒപ്പം തന്നെ അവർ ഹിന്ദു ഭീകരവാദം എന്ന് പറയുന്ന ഒരു കഥ മെനഞ്ഞെടുക്കുന്നതിനായുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വ്യക്തമാക്കുകയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഇനി കോൺഗ്രസ് തന്നെയാണ് വിശദീകരണവും മറുപടിയും നൽകേണ്ടത്. കാരണം നമുക്കറിയാം, 2008 നവംബറിൽ നടന്ന മുംബൈ ഭീകരാക്രമണം, അത് 175 ജീവനുകൾ എടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ തീവ്രത എത്രമാത്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പാകിസ്ഥാനിൽ നിന്ന് ലഷ്കർ-ഇ-തോയ്ബ പരിശീലിപ്പിച്ച ഭീകരവാദികൾ അവർ മുംബൈ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ വാണിജ്യ തലസ്ഥാനത്ത് എങ്ങനെ എത്തി എന്നുള്ള ചോദ്യം അന്ന് തന്നെ ഉയർന്നിരുന്നു. ഇത് സംബന്ധിച്ച മുന്നറിയിപ്പുകൾ പലപ്പോഴും നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം നൽകിയിരുന്നു. നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെയും മറ്റും മിടുക്കരായ ഉദ്യോഗസ്ഥർ നൽകിയ പല മുന്നറിയിപ്പുകളും ഈ കോൺഗ്രസ് സർക്കാരുകൾ അവഗണിക്കുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസും ISIയും തമ്മിലുള്ള ഒത്തുകളി എന്ന ഈ ഒരു വെളിപ്പെടുത്തൽ ഏറെ ഗൗരവമുള്ളതാകുന്നത്. രാഖി, ശരി ആദർശ്, എന്തായാലും വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ആഭ്യന്തര മന്ത്രാലയം മുൻ അണ്ടർ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് വന്നത്. കോൺഗ്രസിനെതിരെയാണ് കൃത്യമായ വെളിപ്പെടുത്തൽ. ഈ മുംബൈ ഭീകരാക്രമണം ഹിന്ദുത്വ ഭീകരവാദമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഗൂഢ നീക്കം കൂടി ഇതിനു പിന്നിൽ നടന്നിരുന്നു. ഇതിൽ ഏറ്റവും നിർണായകമായത് അജ്മൽ കസബിന്റെ അറസ്റ്റ് ആയിരുന്നു. അവിടെയാണ് പാളിപ്പോയത്.